സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ടി കെ രാജഗോപാലാണ്. സാർ സ്വാഗതം. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് വളരെ കൗതുകകരമായ വാർത്ത വന്നു. അവിടുത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അണ്ണാമലൈ ആ പാർട്ടിയുടെ ചുമതലകളിൽ നിന്നൊഴിയുന്നു, രാജിപ്രഖ്യാപനം നടത്തുന്നു, സ്വന്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരെ BJP നേതൃത്വം വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉന്നയിക്കുന്നതായിട്ട് കണ്ടില്ല, വലിയ മിതത്വം പാലിക്കുന്നതായിട്ട് കാണുന്നു. പൊതുവേ ഉള്ളൊരു വിലയിരുത്തൽ BJPയെ പോലെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് തമിഴ്നാട്ടിൽ വലിയ വേരോട്ടമില്ല. കോൺഗ്രസ് അവിടെ ഏതാണ്ട് അസ്തമിച്ച അവസ്ഥയിലാണ്. BJPക്കും ഇത്ര കാലമായിട്ട് വലിയൊരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. അണ്ണാമലയുടെ വിമർശനം പോലും അങ്ങനെ തന്നെയായിരുന്നു. BJPക്ക് തമിഴരുടെ ഭാഷ മനസ്സിലാക്കാൻ പറ്റിയില്ല, എന്താണ് അവരുടെ നയവും നയപരിപാടിയും അത് തമിഴ്നാടിനനുസൃതമായി പരിമിതപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കുന്നത്. എന്നാൽ BJP അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്ന തരത്തിൽ യാതൊന്നും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. പൊതുവിലുള്ള ഒരു അസസ്മെന്റ് മനസ്സിലാക്കുന്നത് വിജയിയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അണ്ണാമലയുടെ ലക്ഷ്യം. അതൊരു ഹിന്ദുത്വ പരിവേഷമുള്ള ഒരു രാഷ്ട്രീയ കക്ഷി ആയിരിക്കുമെന്നും പറയുന്നു. ചില വിമർശകർ അതിനെ BJPയുടെ ഒരു B ടീമായിട്ട് അതിനെ വളർത്തിയെടുത്ത് ക്രമേണ BJP തമിഴ്നാട്ടിൽ വേരോട്ടം സൃഷ്ടിക്കാനായിട്ടുള്ള കുറുക്കുവഴിയായിട്ടും ഇതിനെ കാണുന്നുണ്ട്. എന്താണ് സാർ അതിന്റെ യാഥാർത്ഥ്യം? ശരിയാണ്, പ്രേമം പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് ഈ BJP എന്നുള്ള മേലങ്കി ഊരിക്കളഞ്ഞാൽ മതി. ഊരിക്കളഞ്ഞു കഴിഞ്ഞാൽ അണ്ണാമലയെ പോലെ ഒരു കക്ഷിയെ, അല്ലെങ്കിൽ ഇത്രയും ഒരു തീപ്പൊരി പ്രസംഗകനെ, അല്ലെങ്കിൽ ഇത്രയും മികച്ചൊരു സംഘാടകനെ, അല്ലെങ്കിൽ ഇത്രയും മികച്ച ഒരു അക്കാദമിക് മികവുള്ള ഒരാളിനെ, അല്ലെങ്കിൽ ഒരു മികച്ച IPS ഓഫീസറെ അവർക്ക് കിട്ടാനില്ല. BJPക്ക് കിട്ടിയാവുന്ന നമ്മൾ പറഞ്ഞ തുറുപ്പ് ചീട്ടാണിത്. അവരത് മനസ്സിലാക്കി. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കുറവെന്നുള്ളത് BJP മനസ്സിലാക്കി എന്നുള്ളതാണ്. ആ കുറവ് അത് അണ്ണാമലയും മനസ്സിലാക്കിയിരുന്നു കേട്ടോ. അണ്ണാമലി അത് മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ തൊട്ട് അദ്ദേഹം ചില ചാഞ്ചാട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് മനസ്സിലായി. BJP എന്ന് പറയുന്ന ഒരു സംഘടനയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പ്രയാസമാണ്, അതിനെ നയിക്കുക എന്നുള്ളത് പ്രയാസം. അതേപോലെ തന്നെ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെതായ വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതങ്ങ് ഊരിക്കളയുക, ആ പടച്ചട്ട അങ്ങ് ഊരിക്കളഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. തമിഴ്നാടിന് പറ്റിയ പെർഫെക്റ്റായ ഒരു രാഷ്ട്രീയക്കാരനാണ് ശ്രീ അണ്ണാമലൈ. അത് BJP നേതൃത്വത്തിന് ബോധ്യം വന്നു. അതുകൊണ്ടാണ് പ്രവീൺ നമ്മൾ പറയാം രാജിവെച്ചു എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അണ്ണാമലൈ രാജിക്കത്ത് കൊടുത്തു എന്ന് നമുക്ക് സാങ്കേതികമായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു മാന്യമായ ഒരു വിട പറയലാണ്. ഒരു വിട പറയൽ എന്ന് മാത്രമേ എനിക്ക് ആ ചടങ്ങുകളെ, അണ്ണാമലയുടെ രാജിയും അതിനെ തുടർന്ന് അദ്ദേഹം പാർട്ടി ദേശീയ അധ്യക്ഷനെ കണ്ടതും അതിനെ തുടർന്ന് അമിത്ഷായുമായിട്ട്, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പെറ്റാണ് അദ്ദേഹം അണ്ണാമലൈ എന്ന് പറയുന്നത്. അപ്പൊ അവർ തമ്മിൽ വളരെ സൗഹൃദമായിട്ട് സംഭാഷണത്തിൽ ആളുകളെല്ലാം വിചാരിച്ചു, നിരീക്ഷകരും വിചാരിച്ചിരുന്നത് ഒരു തെറ്റിപ്പിക്കലല്ല, ഒരു താൽക്കാലിക ഇടവേള എടുക്കലാണ്. ഇടവേള എടുക്കലാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, ഒരു പക്ഷേ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു എന്ന്, അതല്ലേ അദ്ദേഹവുമായിട്ട് ഡൽഹിയിൽ ആശയവിനിമയം നടന്നിരുന്നു എന്നാണ് ഇവരെ പറയുന്നത്. കാരണം അത്ര താല്പര്യമായിരുന്നു അവർക്ക്. മോദിക്കും അമിത്ഷായുടെയും സ്വന്തം ആളെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാവുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവായിരുന്നു അണ്ണാമലൈ എന്ന് പറയുന്നത്. പക്ഷേ പുറത്തിറങ്ങിയ ശേഷം, ഈ രാജിക്കത്തൊക്കെ കൊടുത്ത ശേഷം, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ്? എന്തെങ്കിലും ഒരു എതിരഭിപ്രായം BJPക്കെതിരെ പറഞ്ഞായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നു, നമ്മളൊരു അവധിയൊക്കെ എടുത്ത് പോകുന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നു. ആ അവധിയെടുപ്പ് BJP നേരത്തെ അണ്ണാമലയെ കൊണ്ടൊന്ന് പരീക്ഷിപ്പിച്ചതുമാണ്. അദ്ദേഹത്തിനെ 2019 BJPയുമായിട്ടൊക്കെ അടുക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് രാഷ്ട്രീയപരമായിട്ട് ചില ഭരണപരിചയങ്ങൾ അണ്ണാമലയ്ക്ക് വേണം. അണ്ണാമലയിൽ അവരെന്തൊക്കെയോ കാണുന്നുണ്ട്, BJP നേതൃത്വം കാണുന്നുണ്ട്, തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് പറഞ്ഞത് വിദേശത്ത് പോയിട്ട് ചില കോഴ്സുകളും മറ്റെങ്കിലും ചെയ്യണം, ചില പരിശീലനങ്ങൾ നേടണം എന്നൊക്കെ പറഞ്ഞ് ഇടക്കാലത്ത് അണ്ണാമലൈ വിദേശത്തേക്ക് പോവുകയൊക്കെ ചെയ്തിരുന്നു. അത്തരം കാര്യങ്ങളല്ലേ എന്താണ് ഒരു ഫൈനൽ റിസൾട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ആ മോഡൽ ഒരു പക്ഷെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അത് ആപ്ലിക്കബിൾ ആക്കുകയാണോ എന്നാണ് എന്റെ ഒരു സംശയം. അതുകൊണ്ടാണ് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് അബ്ദുൽ കലാം, നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാമിന്റെ പേരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ അതേപോലെ സ്ഥാപനം വരികയാണ്. ആ സ്ഥാപനത്തിലായിരിക്കും എന്റെ ആരാധകന്മാരെ പരിശീലിപ്പിക്കുക എന്നാണ് അണ്ണാമലൈ പറയുന്നത്. ബി ദ ലീഡേഴ്സ്, അതാണല്ലോ അദ്ദേഹത്തിന്റെ കൂട്ടായ്മ. നമ്മുടെ ഈ പാറ്റ കൂട്ടായ്മ ഒക്കെ വന്നത്, പാറ്റ കൂട്ടായ്മ വേറൊരു സംഘടനയാണ്.
അതിന്റെ ലക്ഷ്യവും മറ്റേതൊക്കെയാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡൽഹിയിൽ അവർ സമരം ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്, അല്ലെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അണ്ണാമലൈ ഇതേപോലെ തന്നെയാണ്, ഒരു സാമൂഹ്യ സംഘടന എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ ഇന്നലെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഈ സംഘടനയ്ക്കകത്ത് അങ്ങനെ തലപ്പൊക്കമുള്ള നേതാക്കന്മാരാരുമില്ല, ആരും ഹെഡ് വെയിറ്റ് ഉള്ള നേതാക്കന്മാരോ മറ്റോ ഇല്ല. സാധാരണക്കാരാണ്, സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക, അതാണ് ഇതിന്റെ ലക്ഷ്യം. പാർട്ടി ആയിട്ടില്ല, ഒരു പാർട്ടിയാകും എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊരു ചിലപ്പോ ഒരു വർഷം വരെ സമയമെടുക്കുമെന്നാണ് പറയുന്നത്. ഒരു വർഷത്തിനിടയിൽ ഒരു പാർട്ടിയായി മാറുന്നത്. അതിനു മുമ്പായിട്ട് അണികളെ പരിശീലിപ്പിച്ചെടുക്കുക, അതാണ് ലക്ഷ്യം. ഇത് കോയമ്പത്തൂർ കേന്ദ്രീകരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അത് പ്രേമൻ അറിയാനിരിക്കും, അവരുടെ വലിയ ശക്തി കേന്ദ്രമായിരുന്നു, BJPയുടെ വലിയ ശക്തി കേന്ദ്രമായിരുന്നു കോയമ്പത്തൂർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ, അദ്ദേഹമൊക്കെ ഇവിടെ കോയമ്പത്തൂരിൽ പലതവണ ജയിച്ചിട്ടുണ്ട്, പാർലമെന്റ് സീറ്റിൽ വരെ ജയിച്ചിട്ടുണ്ട്. BJPക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമായിരുന്നു. കഴിഞ്ഞ തവണ അണ്ണാമലൈ തന്നെ ഇവിടെ മത്സരിച്ചു. അന്ന് ADMK സഖ്യം ഇല്ലായിരുന്നല്ലോ, അവര് PMK. അണ്ണാമലൈക്ക് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പിന്നെ ദ്രാവിഡ രാഷ്ട്രീയത്തോട് വലിയ വിരോധമാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപിത നിലപാടെന്ന് പറയുന്നത്, ഇവര് പിന്നെ ഈ പറഞ്ഞതുപോലെ അവർക്കൊരു തമിഴ് സത്വം എന്നൊക്കെ അവർ പറയുന്നൊക്കെയെങ്കിലും അഴിമതിയുടെ വലിയ കൂടാരമാണെന്നാണ്. DMKയെ കുറിച്ച് വലിയ ആക്ഷേപമാണ്. പണ്ടോർക്കുന്നില്ലേ, DMKയുടെ പ്രമുഖനായ പളനിവേൽ ത്യാഗരാജിന്റെ ഒരു കാസറ്റ്, പിന്നെ ഒരു വീഡിയോ വരെ അന്ന് ഇംഗ്ലീഷ് ചാനലിലൂടെ പുറത്തുവിട്ടത് അണ്ണാമലയാണ്. അപ്പൊ അവര് വലിയ അഴിമതിക്കാരാണ്. ADMKക്കാരും മോശമല്ല, ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമാണല്ലോ. കുറച്ചു കാലം DMKയിലായിരിക്കും, കുറച്ചു കാലം ADMKയിലായിരിക്കും, വീണ്ടും തിരിച്ചു പോവുക. ഇതാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയം. അപ്പൊ അതിനോട് അണ്ണാമലയ്ക്ക് വലിയ വിരോധമായിരുന്നു. അദ്ദേഹം ഒരു സത്യസന്ധനായ IPS ഓഫീസർ, നമുക്കറിയാം അദ്ദേഹത്തിന്റെ സർവീസ് കാലത്ത് സിംഗം എന്നൊക്കെയാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. അത്ര മിടുക്കനായ ഒരു ഓഫീസറായിരുന്നു. അപ്പം അഴിമതിക്കെതിരെ എന്നും ഒരു കുരിശുയുദ്ധം നടത്തിയ ആളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരാളിനെ, അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് പോലും, അത് PMK പോലെ ചെറിയ കക്ഷികളെ ഉണ്ടായിരുന്നു. ഈ ADMKക്കാട്ടും കൂടുതൽ വോട്ടുകൾ അണ്ണാമലയ്ക്ക് അവിടെ കിട്ടിയിരുന്നു, കോയമ്പത്തൂരിൽ നിന്ന് കിട്ടിയിരുന്നു. ഒരു പക്ഷെങ്കിൽ അദ്ദേഹം ജയിക്കുമെന്ന് പോലുള്ള സാധ്യത വന്നിരുന്നു. പക്ഷേ DMKയുടെ അന്നത്തെ ഒരു പ്രതാപകാലമായതുകൊണ്ട്, സ്റ്റാലിന്റെ പ്രതാപകാലമായതുകൊണ്ട് മാത്രമാണ് അണ്ണാമലയ്ക്ക് അവിടെ രണ്ടാം സ്ഥാനത്താണ് അണ്ണാമലൈ വന്നിരുന്നത്. അപ്പൊ അങ്ങനെ ഈ DMK പൊളിറ്റിക്സ് ഇപ്പൊ തമിഴ്നാട്ടിൽ അവസാനിച്ചു. അത് ഏതാണ്ട് അവസാനിച്ചു. കാരണം സ്റ്റാലിൻ തോറ്റു. ഉദയനിധിയെ സ്റ്റാലിനെ കൊണ്ടൊന്നും ഇനി അത് റിക്കവർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പെട്ടെന്നൊന്നും സാധിച്ചെടുക്കുന്ന കാര്യമല്ല. അതോടൊപ്പം തന്നെ ഇനി കനിമൊഴിയിലാണ് അവർക്ക് പ്രതീക്ഷ. പിന്നെ അവിടെ മധുരയില് അഴഗിരി എന്ന് പറയുന്ന സ്റ്റാലിന്റെ ഒരു സഹോദരനുണ്ട്. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇനി വരത്തക്കാരൊക്കെയുള്ള ആളല്ല. അതേപോലെ തന്നെ കരുണാനിധിയുടെ സഹോദരിയുടെ മക്കളായ മാരൻ പ്രദേശും പഴയ കേന്ദ്രമന്ത്രിമാരൊക്കെ ആയിരുന്നു. അവരും ഈ പറയുന്നത് പോലെ ഒന്നും ഉയർത്തെഴുന്നേൽപ്പിന് പറ്റുന്ന ആളുകളല്ല, പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റിയ ആളുകളല്ല. അപ്പൊ അതുകൊണ്ട് DMK പൊളിറ്റിക്സ് ഏതാണ്ട് അവസാനിച്ചു എന്നുള്ള മട്ടിലാണ് തമിഴ്നാട്ടിൽ. ADMKയുടെ സ്ഥിതി തന്നെയാണ്. എടപ്പാടി പളനിസ്വാമിയെ മാറ്റി നിർത്തിയാൽ അതിനകത്ത് വേറെ ആരുമില്ല, നേതാക്കന്മാരാരുമില്ല. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ തേനീക്കമ്പം പ്രദേശങ്ങളിൽ സ്വാധീനം ഉണ്ടായിരുന്ന പനീർസെൽവമാണ്. പക്ഷെ പനീർസെൽവം ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പ് പോയി DMK ചേരുകയും ചെയ്തു. അപ്പൊ എടപ്പാടി മാത്രമേ ഉള്ളൂ അതിനകത്തിലുള്ളത്. പക്ഷെ ഇപ്പൊ എടപ്പാടിയുടെ അവസ്ഥ നോക്കി, കൂടെ ഉണ്ടായിരുന്ന 46 MLA-മാരിൽ ഏതാണ്ട് 40 പേരോളം ഇപ്പം DMKക്കകത്തോട്ട് ചാടിയെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വിജയുടെ പാർട്ടിയിലേക്ക് ചാടിയെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ സ്വത്ത് രാഷ്ട്രീയം എന്നവരൊക്കെ പറയുന്നതിന്റെ കാലം അവസാനിച്ചു. ആ ഗ്യാപ്പിലേക്കാണ് വിജയ് കയറി വന്നത്. അതാണ് പ്രേമൻ എന്നൊക്കെ സൂചിപ്പിച്ചത്. അങ്ങനെ വിജയ് കയറി വരാനുള്ളത് എൻ്റെ ഒരു ഡൗട്ട് ഇപ്പൊ വിജയ് എന്ന് പറയുന്നത് ഒരു 10-15 വർഷത്തിലധികമായി സൂപ്പർ താരമായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയും തൻ്റെ താരപ്രഭ രാഷ്ട്രീയ പരിവേഷത്തിന് മുതൽ മുടക്കുകയും ചെയ്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഫാൻ ഫോളോവിംഗ് ആണ് അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയത്, അല്ലാണ്ട് ഏതെങ്കിലും പ്രത്യയശാസ്ത്ര അടിത്തറ ആ ഒരു രാഷ്ട്രീയ കക്ഷിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സമാനമായി വിജയ്ക്ക് ബദലാകുക, വിജയ്ക്കൊരു എതിരാളിയാകുക എന്നുള്ളതാണ് അണ്ണാമലയുടെ ലക്ഷ്യം. ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ കക്ഷി രൂപം കൊള്ളുമ്പോൾ അതിന് ഒരു ദേശീയ കാഴ്ചപ്പാടുണ്ടോ എന്നുള്ളത് സംശയമാണ്. തമിഴ്നാട് പ്രാദേശികമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് മുൻനിർത്തിയുള്ളൊരു രാഷ്ട്രീയ കക്ഷിയായിരിക്കും രൂപീകരിക്കുക. അപ്പോൾ ആ ഒരു കക്ഷിക്കും വിശാലമായ പ്രത്യയശാസ്ത്ര ഒരു അടിത്തറ ഉണ്ടാകും എന്ന് കരുതേണ്ടതില്ല. അങ്ങനെ 2 വ്യക്തികളിൽ കേന്ദ്രീകൃതമായി ഈ 2 മത്സരം കേന്ദ്രീകരിക്കുമ്പോൾ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും വലിയൊരു ആശങ്ക ഉണ്ടാവുകയല്ലേ?
ഇല്ല, അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ല. പിന്നെ പ്രേമൻ, അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇതുണ്ട്. അദ്ദേഹത്തിന് മദ്രാസ് IIT-യിലെ പ്രസംഗം ഓർക്കുന്നുണ്ടോ? പ്രേമൻ ഓർക്കുന്നുണ്ടോ? BJP-യോടൊപ്പം നിന്ന് മദ്രാസ് IIT-യിലെ പ്രസംഗം ഇന്നും പിന്നെ IT സെക്ടറിലും യുവതലമുറ ആകാൻ, പിന്നെ യുവതലമുറ മാത്രമല്ല എല്ലാവരും, അദ്ദേഹം പറഞ്ഞ 2047 ഇന്ത്യയെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി എങ്ങനെ വളർത്താം. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നല്ലോ. നമ്മൾ ഒന്നാം ശക്തിയായി 2047 എങ്ങനെ വളർത്താമെന്നുള്ളതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് അന്ന് മദ്രാസ് IIT വെച്ച് ഈ അണ്ണാമലൈ അവതരിപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കേൾക്കും ആ പ്രസംഗം. എന്തോ ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം സംസാരിച്ചെന്നറിയാം. ഇന്ത്യയുടെ പൊസിഷൻ എന്താണ്, നമ്മൾ ഇപ്പോഴെവിടെ നിൽക്കുന്നു, 47 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ എത്തിക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിജയിയെ പോലെയുള്ളൊരു സിനിമാ സ്റ്റാറിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അണ്ണാമലൈ അസസ് ചെയ്യരുത്. അദ്ദേഹത്തിന് വലിയ കാഴ്ചപ്പാടുണ്ട്. അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകുകയും ചെയ്യും. പക്ഷെ വിജയ് ഇപ്പൊ ഭരണം പിടിച്ചിരിക്കുന്ന, പ്രേമൻ പറഞ്ഞതുപോലെ, ഒരു ഫാൻ ക്ലബിന്റെ പേരിലാണ്. അവർക്ക് പ്രത്യയശാസ്ത്രമോ അടിത്തറയോ ഒന്നുമില്ല. അവിടെ ഇവിടെ നിന്നൊക്കെ കിട്ടിയ കുറച്ച് ആളുകളെ ചേർത്ത് ഒരു പാർട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രേമൻ കണ്ടില്ലേ അവിടുത്തെ ഒരു MLA സംസാരിച്ചത്? അവിടുത്തെ ഒരു MLA നാട്ടുകാരോട് നന്ദി പ്രകടനം നടത്താൻ പോയിടത്ത് വെച്ചിട്ട് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ നാട്ടില് സദസ്സിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, സാർ അങ്ങയുടെ മണ്ഡലം ഇതല്ലെന്ന്. അതായത് സ്വന്തം മണ്ഡലത്തിലെ ആളിനോട് അല്ല അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവരെ നമ്മൾ ഇക്കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ അന്ന് തട്ടിക്കൂട്ടിയെടുത്ത ഒരു സംഘടനയാണിത്. സംഘടന എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളെ അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടിയ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന കുറച്ച് ആളുകളെ കിട്ടി എന്നുള്ളതേ ഉള്ളൂ. ആകെ കൂടെ നമുക്ക് അറിയാൻ പറ്റിയ തൃശ്ശിനാപ്പള്ളി കേന്ദ്രീകരിച്ചിട്ട് നമ്മുടെ ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനും അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ മത്സരിച്ചത്. അങ്ങനെ കുറച്ച് ആളുകൾ, ഇദ്ദേഹത്തിന്റെ ഒരു മരുമകൻ ചെന്നൈയിൽ മത്സരിച്ചു. അങ്ങനെ കുറച്ച് ആളുകളെ ഉള്ളു അറിയപ്പെടുന്നത്. ഇവരറിയപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ള പിന്നെ സ്ഥാനാർത്ഥി എന്നുള്ള മട്ടിലും സാന്റിയാഗോ മാർട്ടിന്റെ ഭാര്യയൊക്കെ നമ്മൾ തൃശ്ശിനാപ്പള്ളിയിൽ അറിഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് സംവിധാനമാണ് അവിടെ നടന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ മലയാളിയായ ഒരാള് കമ്പത്ത് മത്സരിച്ച, തെങ്കാശി മണ്ഡലത്തിലോ മത്സരിച്ചത് മലയാളി. അവിടെ ചെന്ന് അയാളുടെ ഭാര്യ മലയാളിയാണ്. അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അയക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അയാൾ ഇങ്ങനെ വിജയുടെ സിനിമ കാണാനൊക്കെ പോകുന്ന ഒരാളെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം കുഴപ്പങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ വിജയുടെ പാർട്ടിക്ക് ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാല്, അവർക്ക് അങ്ങനെ വലിയ രാഷ്ട്രീയ അടിത്തറയോ കാഴ്ചപ്പാടോ ഒന്നും ആയിട്ടില്ല. അവർക്ക് ആകെപ്പാടെ എന്ന് പറഞ്ഞാല് ഇവാഞ്ചലിക്കൽ സഭയുടെ ഒരു വലിയ പിന്തുണ കിട്ടിയിട്ടുണ്ട്. അതാണ് വിജയ് തന്നെ തമിഴ്നാട്ടിൽ അന്ന് ഇലക്ഷന്റെ ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ അദ്ദേഹത്തിന് യഥാർത്ഥ പേര് വിളിച്ചു പറയുന്നത്. ഞാൻ പിന്നെ ജോസഫ് വിജയ് എന്നും പറഞ്ഞ് തുടങ്ങി. അങ്ങനെയാണ്. അതുവരെ നമ്മൾ വിജയ് എന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. ഇദ്ദേഹത്തിന്റെ പിന്നെ ഈ പ്രാക്ടീസ് ചെയ്യുന്ന മതം ഏതാണെന്ന് നമ്മൾ അങ്ങനെ ആരും കഴിഞ്ഞ് അന്വേഷിച്ചിരുന്നില്ല. ഒരു വലിയ നടൻ, സൗത്ത് ഇന്ത്യയിലെ പോപ്പുലർ നടൻ എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ ഇവാഞ്ചലിക്കൽ സഭയുടെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് പിന്നീടുള്ള വിശകലനത്തിനാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പൊ ജോൺ ആരോഗ്യസ്വാമി എന്ന് പറയുന്ന ഒരു വലിയ പ്രാക്ടീഷണർ, അയാൾ പിന്നെ ബൈബിൾ പ്രചാരകനും മറ്റു കാര്യങ്ങളിലൊക്കെ വലിയ നടന്ന ആളാണ്. അദ്ദേഹമായിരുന്നു 3 വർഷമായിട്ട് വിജയുടെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ വേണം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. അത് തമിഴ്നാടിന്റെ സെൻട്രൽ ഭാഗങ്ങൾ എങ്ങനെ എടുക്കണം, അതേപോലെ തന്നെ കോസ്റ്റൽ ഏരിയയിലും അങ്ങനെ തന്നെയാണ്. കോസ്റ്റൽ ഏരിയയുടെ കൃത്യമായ ടാർഗറ്റ് വെച്ചിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ പിന്നെ തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ ഭാഗത്ത്, അല്ലേ, തെക്കൻ നാഗർകോവിൽ ഭാഗത്തൊക്കെ ഒരു മലയാളിക്കൊക്കെ സീറ്റ് കിട്ടുന്നതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലം ഒരുക്കി വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു ആൾക്കൂട്ടമാണ്. ആപ്പിനെ പോലെ, നമ്മൾ ഡൽഹിയിലുണ്ടായിരുന്ന പിന്നെ കേജ്രിവാളിന്റെ ആപ്പിനെ പോലെ ഒരു ആൾക്കൂട്ടമാണ്. അതിന്റെ പ്രത്യയശാസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞതുപോലെയുള്ള അബദ്ധങ്ങളും പറ്റും. മണ്ഡലം ഏതാണെന്ന് അറിയാൻ വയ്യാത്ത MLA മാരും ഒക്കെയാണ് അതിനകത്തിലുള്ളത്. പക്ഷെ അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് വലിയ ഭാവി ഉണ്ടാകത്തില്ല. വിജയ് മന്ത്രിസഭയ്ക്ക് പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ വലിയ ഭാവി ഉണ്ടാകില്ലെന്ന് ഇതര ആളുകൾ പറയുന്നതിന്റെ കാര്യം അതാണ്. കാരണം ഈ ആൾക്കൂട്ടമാണ്. എത്ര കണ്ട് ഫാൻ നിൽക്കും? ഒരു ഫാനിനെ സംബന്ധിച്ച് NTR-നെ പോലും നിലനിർത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ കണ്ടറിയേണ്ടി വരും. NTR എന്ന് പറഞ്ഞ ഒരു വലിയ സൂപ്പർ ഇത് തന്നെയായിരുന്നു. തമിഴ് മക്കളുടെ ഇടയിലേക്ക് അദ്ദേഹത്തിന്റെ സ്വാധീനം അതിശക്തമായിരുന്നു. പക്ഷെ അത്രയൊന്നും വിജയ് വരുമോ എന്ന് തോന്നുന്നില്ല. കാരണം അന്ന് NTR-നെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിട്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ പോലും ഈ പറഞ്ഞതുപോലെയായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ എതിരഭിപ്രായങ്ങൾ വളരെ കുറവുമായിരുന്നു. അപ്പൊ അത് ആ ഘട്ടത്തിലേക്ക് വിജയ് വരികയില്ല. അപ്പൊ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. അതാണ് ഇപ്പൊ BJP കാണുന്നത്. ഒരു പക്ഷെങ്കില് അങ്ങനെ ഒരു വലിയ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിനിടയിൽ ഈ സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. ആ സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വിജയിയെ പോലെ തന്നെ ഗ്ലാമറസ് ആയ ഒരാളിനെ അവിടെ അവതരിപ്പിക്കണം.
അതിന് അവർ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും പറ്റിയ ആള് അണ്ണാമലൈ തന്നെയാണ്. അത് അവർക്കറിയാം. പക്ഷേ BJP എന്നുള്ള ലേബലിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചാൽ ശരിയാകുകയില്ല. കാരണം നമ്മൾ പറയുമ്പോൾ ശരിയാണ്, 88% ഹിന്ദുക്കളുള്ള പിന്നെ സംസ്ഥാനമാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പിന്നെ മറ്റൊരു കളർ വേണം. അതുകൊണ്ടാണ് വിജയിയുടെ പിന്നെ അണ്ണാമലൈ ആ ഉടുപ്പൂരി മാറ്റാൻ ഒരു പക്ഷേ BJP നേതൃത്വം തന്നെ ആവശ്യപ്പെട്ടതായിരിക്കാം. ഇപ്പൊ എതിരാളികളൊക്കെ വിശേഷിപ്പിക്കുന്നത് കണ്ടില്ലേ? അപ്പോഴൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ടല്ലോ സർ. കാര്യം ഇപ്പോൾ ദ്രാവിഡ രാഷ്ട്രീയം അവിടെ വേരൂന്നിയ സമയത്താണ് അവിടെ ദേശീയ രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ വേരറ്റുപോയത്. ഇപ്പോൾ ഈ നിലവിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നാണല്ലോ. DMKയും AIDMKയും നാമമാത്രമായി ഒതുങ്ങിപ്പോയി. വിജയെ പോലെ ഒരാൾ അവിടെ ഭരിക്കുകയും ചെയ്യുന്നു. ആ ഒരു സമയത്ത് ഒരു ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രാധാന്യം ഊന്നി പറയേണ്ട ഒരു സമയത്ത് BJP സ്വയം പിൻവാങ്ങുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, BJP സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഒരു ഷോർട്ട് ടൈം പ്ലാനിലല്ല പ്രേമ ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, അവർ ഓരോ കാര്യങ്ങളിലും ലോങ് ടൈമിനെ അവർ പ്ലാൻ ചെയ്യാറുള്ളൂ. അപ്പൊ അവർ അതിന്റെ ആദ്യത്തെ ചികിത്സ എന്താണ്? പശ്ചിമ ബംഗാളിൽ എങ്ങനെയാണ് അവർ ഭരണം പിടിച്ചത്? പശ്ചിമ ബംഗാൾ നമ്മൾ ചിന്തിക്കാൻ നോക്കുന്ന കാര്യമായിരുന്നു. തിരിച്ച് CPM-ന്റെ 35 വർഷത്തെ ഭരണം, അതിനുശേഷം മമതയുടെ കുത്തക ഭരണം, ഇതിൽ നിന്നൊക്കെ തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ഒരു പക്ഷെങ്കിൽ നേരത്തെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റും. 2014 ചിന്തിക്കാൻ പോലും ഒക്കുന്നില്ലായിരുന്നു നരേന്ദ്രമോദിക്ക്, അല്ലേ? അദ്ദേഹം 2014 അധികാരത്തിൽ വന്ന ശേഷം ഘട്ടം ഘട്ടമായിട്ടാണ് ഒരു വലിയ ദീർഘമായ പ്ലാനാണെന്ന്, ഒരു 2 പഞ്ചവത്സര പദ്ധതിയുടെ പ്ലാനാണെന്നാണ് പറയുന്നത്. അപ്പൊ ഷോർട്ട് ടൈമിലല്ല അവർ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രേമൻ പറഞ്ഞത് ശരിയാണ്. ദേശീയ പാർട്ടികൾക്കൊന്നും വലിയ പ്രോമിനൻസ് ഒരിക്കലും തമിഴ്നാട്ടിൽ കിട്ടിയിട്ടില്ല. കിട്ടുമായിരുന്നെങ്കിൽ പിന്നെ കോൺഗ്രസിന്റെ അവസ്ഥ കണ്ടില്ലേ? കോൺഗ്രസിന്റെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്, അല്ലേ? അവര് പിന്നെ 50-ഏറെ വർഷങ്ങളായിട്ട് തകർന്ന് തരിപ്പണമായി പോയി. ആരുമില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ പിന്നെ ഇതിനിടയ്ക്ക് വിജയിയുമായിട്ട് ഒന്ന് കൈകോർത്തത് കൊണ്ടാണ് 2 മന്ത്രിമാരെയെങ്കിലും, ആകപ്പാടെ ജയിച്ചത് 5 MLA-മാരാണ്, അതിൽ തന്നെ 2 മന്ത്രിമാരെയും അവർക്ക് കിട്ടിയത്. പക്ഷെ തമിഴ് സ്വത്വബോധം അതിനെ ഉണർത്താൻ പറ്റിയ നേതാവ് ഒരു പക്ഷെങ്കില് എനിക്ക് തോന്നുന്നു വിജയെക്കാട്ടിൽ ഇത്തരം കാര്യങ്ങളിൽ മിടുക്കൻ അണ്ണാമലൈ തന്നെയാണ്. നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രചരണങ്ങള്. ഈ ചില സമയത്ത് കാൽനടയാണെന്ന്, കാൽനടയിൽ തന്നെ ചില സമയത്ത് ഷൂസ് ഒക്കെ പിന്നെ അത് ഊരി മാറ്റി നോക്കിയ ചില രംഗങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് കണ്ടില്ലേ? പക്ഷെ തമിഴ് സാധാരണ ജനങ്ങളുടെ അണ്ണ അമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രായമൊന്നും നോക്കുന്നില്ല. പ്രായത്തെക്കാട്ടി കൂടിയ ആളെങ്കിലും ആ ബഹുമാനമുണ്ടല്ലോ. തമിഴ്നാട്ടിൽ എപ്പോഴും അവർ സ്ത്രീകളോടൊക്കെ വലിയ ബഹുമാനം കാണിക്കുന്നതാണ്, മുതിർന്നവരോട് അങ്ങനെ തന്നെ കാണിക്കുന്നതാണ്. അണ്ണ അമ്മ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അത് അസലമായ ഉച്ചാരണം. അതേപോലെ അണ്ണാമലൈ എന്നുള്ള പേര്, അതൊരു വലിയ പേര് ഇത് തന്നെയാണ് കേട്ടോ. തിരുവണ്ണാമലൈ ശിവന്റെ പിന്നെ പരമശിവന്റെ പര്യായമാണല്ലോ, ഇതായിട്ട് വരുന്നതാണല്ലോ അത്. അതും ആ പേര്, അതേപോലെ അദ്ദേഹത്തിന്റെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ വേഷം ഊരിക്കളയാമെന്നുണ്ടെങ്കിൽ, BJP-ക്കാരൻ എന്നുള്ള വേഷം ഊരിക്കളയാമെങ്കിൽ ഒരു പക്ഷെങ്കില് വളരെ പെട്ടെന്ന് ഒരു വർഷമൊന്നും വേണ്ടി വരത്തില്ല വിജയുടെ പട്ടം. ഇപ്പൊ തന്നെ രജനീകാന്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സപ്പോർട്ടിംഗ് ആയിട്ട് ഇപ്പൊ 8 ലക്ഷം പേരല്ലേ അദ്ദേഹത്തിന്റെ ആ ഗ്രൂപ്പിൽ വന്ന് ഫോം ചെയ്ത് പിന്നെ കൂട്ടായ്മയിൽ വന്നിരിക്കുന്നതിന്റെ 8 ലക്ഷത്ത് മെമ്പേഴ്സ് കവിഞ്ഞെന്നാണ്. അതായത് ഒരു മിനിറ്റിൽ കണ്ട് 300 പേര് 400 പേര് വീതം ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നെന്നാണ് പറയുന്നത്. നോക്കുക, ഫാൻ ക്ലബിന്റെ ഒരു വലിയ നോക്കുക. അതെല്ലാം ഒറിജിനൽസ് ആണ്, ഒറിജിനൽ ആളുകളാണ്. നമ്മുടെ ഈ പാറ്റാക്കൂട്ടം നമ്മുടെ കുട്ടികളുടെ ഒരു ഏർപ്പാട് പോലെ അല്ല, അത് വളരെ കൺസിസ്റ്റന്റ് ആണ്. രജനീകാന്തിന്റെ ഭാര്യ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നേരത്തെ തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമ സപ്പോർട്ട് വേണ്ടി വരികയാണെങ്കിൽ, അതായത് അണ്ണാമലൈക്ക് സിനിമയാണല്ലോ, തമിഴിനെ സംബന്ധിച്ചിടത്തോളം സിനിമാ ഭ്രാന്ത് അവരെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം ഈ മറ്റേ ഒരു ദിവസം നമ്മൾ പറഞ്ഞില്ലേ, ശ്വാസം വിട്ടില്ലേലും വേണ്ടേലും ഒരു സിനിമാ പാട്ടോ കേൾക്കാതെ തമിഴിനെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാൻ പറ്റത്തില്ല. അത് അവരുടെ ഒരു കുറ്റമല്ല, അങ്ങനെയാണ് അവരുടെ രക്തത്തിൽ അലിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ അണ്ണാമലൈക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ രജനീകാന്തിന്റെ ഒരു സപ്പോർട്ട് വരുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ന് ആ ഗ്രൂപ്പിൽ ചേർന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ എന്നത് കാർത്തി ചിദംബരമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, കാർത്തി ചിദംബരം ഇതുവരെ അങ്ങനെ BJP മണ്ഡല പ്രശ്നത്തിലൊന്നും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ അച്ഛൻ ചിദംബരവുമായിട്ട് അമിത്ഷായ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷെ ഇവര് ചെട്ടിനാട്ടിലെ വലിയ കോടീശ്വരന്മാരാണ്, അല്ലേ? കാർത്തി ചിദംബരം വലിയ പ്രാക്ടീസ് ചെയ്യുന്ന വലിയ കോർപ്പറേറ്റ് ലോയറാണ്. ചെട്ടിനാടിലെ ഒരു പ്രദേശം മുഴുവൻ, അല്ലേ? ഒരു പ്രദേശം മുഴുവൻ അവരുടേതാണ്. അങ്ങനെ വലിയ ശതകോടീശ്വരന്മാരെന്നൊക്കെ നമുക്ക് പറയാവുന്ന വലിയ കോടീശ്വരന്മാരാണ് ഈ കാർത്തി ചിദംബരം. ഇദ്ദേഹത്തിന്റെ പുറയിലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അവരുടെ 3 പേരുടെ പേരുകളായിരുന്നു അന്ന് കേട്ടിരുന്നത്. ഈ കോയമ്പത്തൂരിൽ അന്ന് അണ്ണാമലൈ ചെന്നൈയിലേക്ക് പോകുന്ന സമയത്ത് ഉയർന്ന പേരുകളിൽ
ഈ 3 പേരുടെ പേരാണ്. അതായത് രജനീകാന്ത്, കാർത്തി ചിദംബരം, അണ്ണാമലൈ, ഇവരുടെ 3 പേരുടെയും ചിത്രങ്ങളാണ് തമിഴ്നാട് വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നത്. അപ്പൊ അതാണ് ഫാൻ ക്ലബിന് വേണമെന്നുണ്ടെങ്കിൽ രജനീകാന്ത് വരും, അതല്ല സാമ്പത്തിക സഹായത്തിന് കാർത്തി ചിദംബരം വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അണ്ണാമലയുടെ പോപ്പുലാരിറ്റി, അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു തികഞ്ഞ വ്യക്തിത്വത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ പറയാം അക്ഷരാർത്ഥത്തിൽ VS അച്യുതാനന്ദനെ സമാനമായ ക്രൗഡ് പുള്ളറാണ് അല്ലെ. നമ്മള് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള അതിശക്തനായ ക്രൗഡ് പുള്ളേഴ്സ് ആയിട്ടുള്ള നേതാക്കന്മാരെ കുറിച്ച് എന്റെ അഭിപ്രായത്തിൽ 1-ാം പേരുകാരൻ VS അച്യുതാനന്ദനാണ്, നമ്മൾ പല സ്ഥലത്ത് കണ്ടതുപോലെ. അങ്ങനെ അണ്ണാമലയെ കൂടെ മുൻനിർത്തി വിജയിയുടെ ഈ രാഷ്ട്രീയത്തിന് വലിയൊരു ഗ്യാപ്പ് വരുമെന്നാണ് അവർ പറയുന്നത്. വലിയ താമസമില്ലാതൊരു വലിയ ഗ്യാപ്പ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. ആ ഗ്യാപ്പിലേക്ക് കടന്നു കയറുക, അത് കടന്നു കയറുന്നതിനാണ് വിജയിയെ വിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹം മാനിന്റെ വേഷം ധരിച്ചു വന്ന മാരീചൻ എന്നൊക്കെയാണ് ചില എതിരാളികളുടെ വിശേഷം വന്നില്ലേ. മാൻ വേഷം ധരിച്ചു വന്ന മാരീചനാണ്. അല്ലെങ്കിൽ പിന്നെ CPM പറയുന്ന പോലെ 2500 സംഘടനകളുണ്ട് RSSന്, ഇതിപ്പോ 2501ാമത്തെ സംഘടനയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അണ്ണാമലയ്ക്ക് ഇനി കിട്ടാൻ വയ്യാത്ത വിശേഷങ്ങളൊന്നുമില്ല, ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും ആവശ്യമില്ല, മറ്റാരുടെയും ഒരു പിന്തുണ ആവശ്യമില്ല. ഈ പറയുന്ന പോലെ സപ്പോർട്ടും അതുപോലെ യൂത്ത്സ് ആണ്, യൂത്തിന്റെ വലിയ പിന്തുണയാണ്. ഇപ്പൊ നമ്മള് വിജയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് അണ്ണാമലയെ കുറച്ചുകൂടെ ജൂനിയർ ആണെന്ന് തോന്നുന്നു അല്ലേ. പ്രായത്തിന്റെ ഇത് വെച്ചാണ് ജൂനിയർ ആണെന്ന് തോന്നുന്നു. ഒരു വലിയ വിപ്ലവം തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ, ജൻസി വിപ്ലവം തന്നെ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയും. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അത് തന്നെയാണ് BJP പ്രതീക്ഷ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രാജിവെച്ചൊഴിയല്ല ചെയ്യുന്നത്. അണ്ണാമലൈ മാന്യമായി 2 കൂട്ടരും നമ്മൾ ഗോൾഡൻ ഷേക്ക് ഹാൻഡ് എന്നൊക്കെ പറയുമ്പോൾ വെച്ച് പിരിഞ്ഞ് പോകുന്ന ഏർപ്പാടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരു കൈ കൊടുത്ത് പിരിയലാണ് ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, നന്ദി സാർ.